നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ IPL ഒരു ത്രില്ലർ മത്സരം കൂടി കഴിഞ്ഞിരിക്കുന്നു. KKR വേഴ്സസ് LSG. സൂപ്പർ ഓവറിലാണ് കളി തീരുമാനമായത്. സൂപ്പർ ഓവറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് LSGയെ തോൽപ്പിച്ചു. ആ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് ഒരു റണ്ണ് മാത്രമാണ് എടുത്തത്. ആദ്യത്തെ പന്തിൽ സുനിൽ നാരായണനായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി പന്തെറിഞ്ഞത്. നാരായണൻ്റെ ആദ്യത്തെ പന്തിൽ തന്നെ നിക്കോളസ് പൂരൻ, മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് കളിക്കാരനായ നിക്കോളസ് പൂരൻ ക്ലീൻ ബൗൾഡായി ഔട്ടാവുന്നു. രണ്ടാമത്തെ പന്തിൽ ഋഷഭ് പന്ത് ഒരു റൺ എടുക്കുന്നു. മൂന്നാമത്തെ പന്തിൽ വീണ്ടും എയ്ഡൻ മർക്രം സിക്സറിനായി അടിക്കുന്നു. ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് റോമാൻ പവൽ പിടിച്ച് അയാൾ ബൗണ്ടറി ലൈന് പുറത്തേക്ക് പോകുന്നു തോന്നിയപ്പോൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അത് റിങ്കു സിംഗ്, ഇന്നത്തെ സൂപ്പർ താരമായ റിങ്കു സിംഗിന് കിട്ടുന്നു. റിങ്കു സിംഗ് ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ റിങ്കു സിംഗ് മൊത്തം മത്സരത്തിൽ 5 ക്യാച്ചാകുന്നു എടുക്കുന്നത്. നേരത്തെ 83 റണ്ണടിച്ചിരുന്നു. അങ്ങനെ മൊത്തം റിങ്കു സിംഗ് ആണ് അവസാനം സൂപ്പർ ഓവറിൽ ബൗണ്ടറി അടിച്ച് വിജയ റൺ നേടിയതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ. അങ്ങനെ കൊൽക്കത്ത ഈ സീസണിൽ ഏറ്റവും നല്ലൊരു വിജയം നേടിയിരിക്കുന്നു. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 എടുത്തത്. അതിന് ആ സ്കോറിലേക്ക് എത്തിയതിന് റിങ്കു സിംഗിനോട് അവർ നന്ദി പറയണം. 51 പന്തിൽ 83 റൺ എടുത്ത റിങ്കു സിംഗാണ് അവരെ അവിടെ എത്തിച്ചത്. പിന്നീട് സുഖമായി 156 റൺ എടുക്കാവുന്ന ഒരു കളിയിൽ ലക്നൗ സൂപ്പർ ജയൻസ് അവരുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ. അവരും 20 ഓവർ കഴിയുമ്പോൾ 155, അവർക്ക് 8 വിക്കറ്റ് നഷ്ടമായിരുന്നു. അവസാന ഓവറിൽ 17 റണ്ണായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതിന് 16 റൺ അവരെടുത്തു. അവസാന പന്തിൽ 7 റണ്ണ് വേണ്ടപ്പോൾ മുഹമ്മദ് ഷമി സിക്സർ അടിക്കുകയായിരുന്നു. അങ്ങനെ അവസാന പന്തിൽ 6 അടിച്ചു. അങ്ങനെ സ്കോർ ഈക്വലായി സൂപ്പർ ഓവർ വരികയാണ് ഉണ്ടായത്. എന്തായാലും മത്സരത്തിൽ രണ്ടും തുല്യമായി ബാറ്റിംഗ് കൊളാപ്സാണ്. ബാറ്റർമാരുടെ ദയനീയ പ്രകടനമാണ് രണ്ട് ടീമുകൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷേ കൊൽക്കത്ത അവസാനം രക്ഷപ്പെട്ടു. ഒരു ത്രില്ലർ ജയവുമായി അവർ രക്ഷപ്പെട്ടു. ലക്നൗ സൂപ്പർ ജയൻസിന് ജയിച്ച് നേടാവുന്ന പോയിൻ്റുകൾ നഷ്ടപ്പെടുത്തി അവർ കൊണ്ടുപോയി കളഞ്ഞു എന്ന് തന്നെ പറയണം. ആ നിലയിൽ 156 റണ്ണ് ആ പിച്ചിൽ ചേസ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ഒരു ബാറ്ററും, അവരുടെ പറയാവുന്ന ഒരു ബാറ്ററും പിടിച്ചു നിന്നില്ല. അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മാത്രമാണ് 42 റൺ അടിച്ചത്. പിന്നീട് ആയുഷ് ബദോനി 10-20 റണ്ണിൽ മീതെ 24 റണ്ണ് അടിച്ചു. പക്ഷേ ഹിമ്മത്ത് എന്ന് പറയുന്ന പുതിയൊരു കളിക്കാരൻ, ഹിമ്മത്ത് ഖാൻ, അയാളും അവസാനം വരെ നോക്കി, പക്ഷെ നടന്നില്ല. എന്തായാലും മുഹമ്മദ് ഷമി അവസാനം ഹീറോ ആയി ആ ഇന്നിങ്സിൽ. പക്ഷേ സൂപ്പർ ഓവറിൽ സുനിൽ നാരായണനായിരുന്നു ഹീറോ. 2 വിക്കറ്റ് 3 പന്തിനിടയിലെടുത്ത് അങ്ങനെ തകർത്ത് കളഞ്ഞു LSGയെ. റിങ്കു സിംഗ് 5 ക്യാച്ച് എടുത്തു, 83 റണ്ണടിച്ചു, പുറത്താകാതെ നിന്നു. എന്തായാലും ഇന്നത്തെ ദിവസം മൈതാനം നിറയെ റിങ്കു സിംഗ് ആയിരുന്നു. നേരത്തെ കൊൽക്കത്തയ്ക്കെതിരെ 5 വിക്കറ്റ് എടുത്ത് മൊഹ്സിൻ ഖാനും, LSGയുടെ മൊഹ്സിൻ ഖാനും ഗംഭീരമായി ബോൾ ചെയ്തിരുന്നു. 4 ഓവറിൽ 23 റൺ വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് വീഴ്ത്തിയിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയം സൂപ്പർ ഓവറിൽ കരസ്ഥമാക്കി.